ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു തിരുവചനം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിലെ 14-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം വായിച്ചതായ തിരുവചനത്തിൽ ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടുള്ള ഒരു തിരുവചനമാണ് വായിച്ച് കേൾക്കുവാനായിട്ടിടയായത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയതായ പ്രത്യേക ദർശനപ്രകാരം കഴിഞ്ഞ 1984 വളരെ ചെറിയ രീതിയിൽ വിശ്വാസത്താൽ ദൈവത്തിൽ ആരംഭിച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ദൈവം കൃപ തന്നു. ആ ശുശ്രൂഷ ജയിലിലാണ്. 1984 ജൂൺ മാസം 10-ാം തീയതി വളരെ ചെറിയ രീതിയിൽ ഒരു ജയിൽ സന്ദർശിച്ച് അവിടെയുള്ള അന്തേവാസികൾക്ക് സദുപദേശം നൽകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ ആരംഭിക്കപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചത്. 84-ൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ചതായ പ്രവർത്തനം ദൈവം കൃപയാൽ ആ പ്രവർത്തനത്തെ ദൈവം വളർത്തി കേരളത്തിലുള്ളതായിട്ടുള്ള വിവിധ ജയിലുകൾ സന്ദർശിച്ച് ആ ജയിലിൽ കഴിയുന്ന അന്തേവാസികൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നതിനും സാന്മാർഗികമായ ക്ലാസുകൾ നടത്തുന്നതിനും കൗൺസിലിംഗ് നടത്തുന്നതിനും അതുപോലെ അവർക്ക് ആവശ്യമായ ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ദൈവം സഹായിച്ചു. ആ പ്രവർത്തനത്തിലൂടെ ജയിലുകളിൽ കഴിഞ്ഞ അനേകം അന്തേവാസികൾ അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായി തീരുന്നതിനും അനേകർക്ക് ദൈവം കൃപ നൽകി. ആ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ അവസരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ക്രിസ്മസ് സ്പിരിച്വൽ പ്രോഗ്രാം എന്നുള്ളതായിട്ടുള്ള പേരിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ടുള്ള പ്രഭാഷണങ്ങളും ക്രിസ്മസ് ഗാനങ്ങളും ആലപിക്കുകയും ക്രിസ്മസ് കേക്കും മറ്റും വിതരണം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് അനേകരോട് അറിയിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതുപോലെ ഞങ്ങളുടെ മറ്റൊരു പ്രവർത്തനമാണ് ഗോസ്പൽ ടീമിൻ്റെ പ്രവർത്തനം. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഭവനങ്ങൾ സന്ദർശിക്കുക, ട്രാക്റ്റുകൾ വിതരണം ചെയ്യുക, ബൈബിളുകൾ വിതരണം ചെയ്യുക, കൺവെൻഷനുകൾ നടത്തുക, സംഗീത പരിപാടികൾ നടത്തുക. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ ഈ ഗോസ്പൽ ടീമിലൂടെ ഈ സന്ദേശങ്ങൾ അറിയിക്കുന്നതിനും സുവിശേഷ ദൂത് അറിയിക്കുന്നതിനും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിരിക്കുന്നവരോട് സദ്വർത്തമാനം അറിയിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നതിനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരായ ആളുകൾക്ക് നമ്മുടെ ഗോസ്പൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് അവർക്ക് ഭക്ഷണ കിറ്റുകൾ മാസം തോറും കൊടുക്കുക, അതുപോലെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുക, വൈദ്യസഹായങ്ങൾ നൽകുക, വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയതായിട്ടുള്ള ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകും. മാത്രമല്ല അനേക വൃദ്ധസദനങ്ങൾ, ബാലമന്ദിരങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ ഈ സ്ഥലങ്ങളും സന്ദർശിച്ച്
ഈ സദ്വർത്തമാനം അറിയിക്കുന്നു, പലരെയും പല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഒറീസയുടെ ചില ഒറീസ സംസ്ഥാനത്തും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മാത്രമാണ്. കൃപയാലും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാലും സഹകരണത്തിലുമാണ് ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ ഫലമായിട്ട് അനേകർ സുവിശേഷം കേൾക്കുന്നതിനും അനേകർ മാനസാന്തരപ്പെടുന്നതിനും ദൈവകൃപയിലേക്ക് വരുന്നതിനും ദൈവം ഇടയാക്കി. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ പ്രാദേശിക സഭകൾ, ലോക്കൽ ചർച്ചുകൾ ആരംഭിച്ച് അതിനെ പരിപാലിക്കുന്നതിനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ജയിൽ മിനിസ്ട്രി, ഗോസ്പൽ ടീം, ക്രിസ്മസ് പ്രോഗ്രാം, അതുപോലെ ഗോസ്പൽ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ ശുശ്രൂഷകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് കൂടെ തുടക്കം കുറിക്കുകയാണ്. അത് ഗോസ്പൽ ചർച്ച് മീഡിയ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനം കൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ആരംഭിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നിന്നുള്ളതായിട്ടുള്ള ആത്മീയ പ്രഭാഷണങ്ങൾ, മനോഹരമായ അനേകരുടെ സാക്ഷ്യങ്ങൾ, ആത്മീയ ഗാനങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇങ്ങനെയുള്ളതായിട്ടുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഗോസ്പൽ ചർച്ച് മീഡിയ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഈ ചാനലിനെ കുറിച്ച് ഇതിൽ പങ്കാളികളാകണം, സഹകരിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഈ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ സഹകരിക്കാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. നമുക്കറിയാം, ഇന്ന് നമുക്ക് ചർച്ചകളിൽ വരാൻ കഴിയാത്ത അനേകം ആളുകൾ, സുവിശേഷം കേൾക്കാൻ കഴിയാതിരിക്കുന്ന അനേക ആളുകൾക്ക് ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭവനങ്ങളിലിരുന്ന്, അവരായിരിക്കുന്നതായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് മൊബൈലിലൂടെ അനുഗ്രഹീതമായ ദൈവവചനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കുന്നതിനും നല്ല പാട്ടുകൾ പാടുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുന്നതിനും ദൈവത്തോടുകൂടി അടുക്കുന്നതിനുള്ള ഒരു വലിയ അവസരം ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇതും ഒരു ആത്മീയ ശുശ്രൂഷയാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ്. ഏത് സമയത്ത് യേശു വരാം. അപ്പോൾ നമുക്ക് മാത്രമല്ല, ഇന്ന് സുവിശേഷത്തിൻ്റെ വാതിലുകൾ പല സ്ഥലങ്ങളിലും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ നിമിത്തം അനേകം ആളുകൾ ഉപദ്രവങ്ങൾ ഏൽക്കുകയും ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുകയും ചെയ്യുന്ന ഒരു കാലത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഇനി വളരെ ചുരുക്കം സമയങ്ങളെ ചിലപ്പോൾ ഉള്ളൂ. ഈ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സമയം നമുക്ക് ഏതെല്ലാം വിധത്തിൽ സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്: പകലുള്ളിടത്തോളം വിളിച്ചവൻ്റെ പ്രവൃത്തി ചെയ്യണം, ആർക്ക് പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു എന്നാണ്. ആർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അതിനു മുൻപ് ചില സ്ഥലങ്ങളിലൊക്കെ സുവിശേഷത്തിൻ്റെ വാതിൽ അടയുന്നെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലുകളെ നോക്കി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കൃപയ്ക്കനുസൃതമായി മറ്റുള്ളവരെ വിവിധ നിലകളിൽ സഹായിക്കുവാനും ഒക്കെയുള്ള ഒരവസരം നമുക്ക് ദൈവം തന്നിരിക്കുമ്പോൾ ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. ദൈവത്തിന് വേണ്ടി നിൽക്കാം. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം.
നമുക്ക് ആർക്കും പ്രവർത്തിച്ചുകൂടാത്തൊരു രാത്രി സുവിശേഷത്തിന് വാതിലൊക്കെ പൂർണ്ണമായിട്ട് അടഞ്ഞിരുന്നാൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അന്ന് നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കറിയാം, മുൻപ് കൊറോണ വന്നതായിട്ടുള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ നമുക്കൊന്നും പുറത്തിറങ്ങാനോ പ്രവർത്തനങ്ങൾ നടത്താനോ ഒരു ആത്മീയ കൂട്ടായ്മകൾ ആചരിക്കാനോ ഒന്നും പറ്റാത്ത അവസരം ഉണ്ടായിരുന്നു. കൃപയാൽ ദൈവം അത് മാറ്റി വീണ്ടും അവസരം നൽകി. അപ്പോൾ ഇതുപോലെയൊക്കെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത അവസരങ്ങൾ വിവിധ നിലകളിൽ വരാം. ആ വരുന്നതിന് മുൻപേ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു വാക്യം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവിനെന്നാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. നമ്മളിന്ന് വായിച്ചതായ ആ തിരുവചനത്തിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന, ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് അനേക പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഈ ലോക ജീവിതം എപ്പോഴും കഷ്ടത നിറഞ്ഞതാണ്, പ്രയാസങ്ങളുള്ളതാണ്, ഞെരുക്കങ്ങളുള്ളതാണ്, നിന്ദകളും അപമാനങ്ങളും ഉള്ളതാണ്. അങ്ങനെ വലിയ പ്രതികൂലത്തിലൂടെയൊക്കെ കഷ്ടതയിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവം നമ്മെ ക്രിസ്തുവിൽ ജയോത്സവമായി നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പോരാട്ടങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നാലും നമ്മെ ജയത്തോടെ നടത്തുന്നവൻ, ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ക്രിസ്തുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ട് സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. നിങ്ങൾ ഓരോരുത്തരും ഈ ഗോസ്പൽ ചർച്ച വേൾഡ് ക്രൈസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ ദയവായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ ഞങ്ങളോടൊപ്പം ചേർന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ നിങ്ങൾ പ്രാർത്ഥനയും തന്നെ കൃപയ്ക്ക് അനുസൃതമായിട്ട് സഹകരിക്കുക. ഒരിക്കൽ കൂടെ ഈ ഗോസ്പൽ ചർച്ച് മീഡിയ എന്ന ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ഈ പ്രവർത്തനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ ഒരു ചാനല് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും സുവിശേഷ വേലയുടെ വ്യാപ്തിക്കും ഇത് കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഗോസ്പൽ ചർച്ച് മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിനെ ദൈവനാമത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ.